അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമുക്കിന്ന് നോക്കാനുള്ളത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കണ്ടിട്ട് അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനു മുമ്പ് നമ്മൾ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കിട്ടാത്തവർ താഴെ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ ഓരോ വിഷയത്തിൽ നിന്നും ഓരോ പാഠത്തിൽ നിന്നും തയ്യാറാക്കിയ ക്വിസ്. അത് ഇതുവരെ ചെയ്യാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാനതിൻ്റെ ലിങ്കും കൂടെ വിട്ടേക്കാം. അത് നിർബന്ധമായും ചെയ്യുക, കാരണം പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ക്വിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഉസ്താദ് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് വിട്ടിട്ടുണ്ടാകും, അതല്ലെങ്കിൽ കിട്ടാത്തവരുണ്ടാകും. അങ്ങനത്തെ കുട്ടികൾക്കാണ് ഞാൻ താഴെ വിടുന്നത്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഇനി നമുക്ക് നോക്കാനുള്ളത് ലിസാനിൻ്റെ മോഡൽ ചോദ്യങ്ങളാണ്. നമ്മൾ മക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമായി തോന്നുന്ന ഒരു വിഷയമാണ് ലിസാൻ എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും സിമ്പിളായൊരു വിഷയമാണ് ലിസാൻ എന്നുള്ളത്. പക്ഷെ അത് കുട്ടികൾക്ക് അത് പ്രയാസമായി തോന്നുന്നത് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അവർക്ക് പഠിപ്പിക്കേണ്ട രീതി മറ്റൊന്നായിരിക്കാം. കാരണം എല്ലാവർക്കും ഒരേ ബുദ്ധിയായിരിക്കില്ല. ഈ പറയുന്ന ലിസാനൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പൊതുപരീക്ഷയുടെ മുമ്പ് ഞങ്ങൾ ട്യൂഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ലിസാനൊക്കെ വളരെ പ്രയാസമായി തോന്നുന്ന കുട്ടികൾക്ക് ട്യൂഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 ദിവസമായിരുന്നു ട്യൂഷൻ ഉണ്ടായിരുന്നത്. അതിൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ലിസാനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. ആ കുറഞ്ഞ ദിവസം കൊണ്ട് നമ്മൾ ആ ലിസാൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഇനി എന്ത് ചോദ്യം വന്നാലും കുട്ടികൾക്ക് അത് എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെയായിട്ടും അത് ഈ വർഷം തുടങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കുന്നതാണ്. നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. ഇതിൽ ഒന്നാമതായി കൊടുത്തിട്ടുള്ളത് ഖറജ ജുനൈദുൻ മിനൽ ഖലാഇ മുഖദ്ദിമൻ റിജ്ലഹുൽ യുംന. ഈ വരി 2 വന്നിട്ടുണ്ടാകും. റിജ്ലഹുൽ യുസ്ര എന്ന് വരുന്നതുണ്ടാവും, ഇതുപോലെ റിജ്ലഹുൽ യുംന എന്ന് വരുന്നതും ഉണ്ടാകും. ഇതിനർത്ഥം ജുനൈദ് ഖലായിൽ നിന്ന്, അതായത് ടോയ്ലറ്റിൽ നിന്നും വലത് കാൽ മുന്തിച്ച് പുറത്തിറങ്ങി. ഇതുപോലെ ഇടത്തെ കാൽ മുന്തിച്ച് ഖലായിലേക്ക് പ്രവേശിച്ചു എന്നുള്ള വേറൊരു വരിയും കൂടെ ഉണ്ട്, അതും കൂടെ പഠിക്കണം കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നുക്കമ്മിലുൽ അബിയാത്ത്, ബൈത്ത് പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തത് ഡാഷ് ശുക്രു അലൈന ഡാഷ് ലില്ലാഹി ദാഇ. നമുക്ക് ഒന്നാമത്തെ പാഠത്തിലുള്ളതാണ്. ആ ഒന്നാമത്തെ പാഠത്തിൽ നിന്നും വേറെ കുറേ ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. താഴെയുള്ള കുറച്ച് വരി കൊടുത്തിട്ടുണ്ടല്ലോ ബൈത്തിന് ശേഷം, അതും പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതിന് അർത്ഥം ചോദിക്കാറുണ്ട് കേട്ടോ. അതും പഠിച്ചു വെക്കണം. ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മാ ദാഅ ലില്ലാഹി ദാഇ. അടുത്തത് ഡാഷ് അൽ മബ്ഊസ് ഫീന ഡാഷ് ബിൽ അംറിൽ മുതാഇ. അയ്യുഹൽ മബ്ഊസ് ഫീന ജിഇത ബിൽ അംറിൽ മുതാഇ. 3 ഡാഷ് ഷറഫ്തൽ മദീന ഡാഷ് യാ ഖൈറ ദാഇൻ. ജിഇത ഷറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇൻ. ഇതിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളുണ്ട്. ഒന്ന് ത്വലഅ, ഉദിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ വജബ, നിർബന്ധമായി. ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി. ദഅ എന്ന് പറഞ്ഞാൽ വിളിക്കുക. അതുപോലെ തന്നെ ജിഇത, ജാ എന്നുള്ള ഫീൽ വരും, വന്നു. അതുപോലെ ഷറഫ, ഇതൊക്കെ നമ്മളെ പാഠഭാഗത്തുണ്ടാവും. ഏത് ഒന്നാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പാഠം കഴിഞ്ഞ ആ ഭാഗത്തുണ്ടാവും, തദ്രീബാത്തിൻ്റെ ഭാഗത്ത്. ഷറഫ പറഞ്ഞാൽ പവിത്രമായി എന്നാണ് അർത്ഥം. മർഹബൻ, സ്വാഗതം. അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഇതിൻ്റെ താഴെ ഉണ്ട് കേട്ടോ, അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖദമുൽ മദീന.
അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ പരീക്ഷയിലും പൊതുപരീക്ഷയാണെങ്കിൽ വരെ അത് ഉണ്ടാവാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത പ്രവർത്തനം നഖ്താറു സഹീഹ വനക്തുബുഹു. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. നമുക്ക് ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ കാണാം. അത് യോജിച്ചത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ നേരെ ആ വിട്ട ഭാഗത്ത് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് ഈ വീഡിയോയിലൂടെ ഞാനത് വിശദമായിട്ട് പറയുന്നില്ല, മറിച്ച് ചെറിയൊരു ടെക്നിക്ക് മാത്രം പറഞ്ഞു പോകും. ഇതിൽ അൽ മുഅല്ലിമൂന, മുഅല്ലിമുൻ, മുഅല്ലിമാനി, മുഅല്ലിമൂന ജം ആണ്. ഇനി ആ വിട്ട ഭാഗം ഡാഷ് അല സബൂറത്തി, അൽ മുഅല്ലിമൂന ഇനി എന്ത് ചെയ്യുക, കതബു എന്നാ കൊടുക്കുക. ബ്രാക്കറ്റിൽ 2 ഉണ്ട്, കതബ എന്നുണ്ട്, കതബു എന്നുണ്ട്. ഇതിൽ കതബു എന്നാ കൊടുക്കുക. കാരണം എന്താ, മുഅല്ലിമൂന എന്നത് ജം ആണ്. അപ്പോൾ ആ ജംഇന് യോജിച്ച ജം ആയ ഫീൽ തന്നെ വേണം, കതബു. രണ്ടാമത്തത് അൽ വാലിദാനി. അതിൻ്റെ അർത്ഥം കൂടെ പറയാം. അധ്യാപകർ ബോർഡിൽ എഴുതി. ഇനി അൽ വാലിദാനി ഡാഷ് അൽ ഔലാദ, മാതാപിതാക്കൾ ഡാഷ് അൽ ഔലാദ, കുട്ടികൾ എന്ത് ചെയ്യുന്നു. ബ്രാക്കറ്റിലുണ്ട് റബ്ബയ എന്നാണോ അതോ റബ്ബൗ എന്നാണോ? ഈ റബ്ബൗ എന്ന് പറയുന്നത് ജംഇനാണ്. റബ്ബയ മുസന്നയിൽ അവസാനം നീട്ടിയിട്ടുണ്ടാവും. റബ്ബ, റബ്ബയ, റബ്ബൗ. അപ്പോൾ ഇവിടെ 2 പേരാണ് അല്ലേ, അൽ വാലിദാനി മാതാപിതാക്കൾ 2 പേരാണല്ലോ. അപ്പോൾ റബ്ബയ എന്ന കൊടുക്കട്ടോ, അൽ വാലിദാനി റബ്ബയ അൽ ഔലാദ. 3 അൽ ഉമ്മാലു ഡാഷ് ഫിൽ മസ്റഇ, അൽ ഉമ്മാലു തൊഴിലാളികൾ ഡാഷ് ഫിൽ മസ്റഇ കൃഷിയിടത്തിൽ എന്ത് ചെയ്യുന്നു. അവിടെ ബ്രാക്കറ്റിൽ കാണാം യഅമലൂന എന്നുണ്ട്, അമില എന്നുണ്ട്. ഇവിടെ ഉമ്മാൽ പറഞ്ഞാൽ തൊഴിലാളികൾ എന്നാണ്. അപ്പം എന്ത് ചെയ്യണം, അവരെല്ലാവരും ജോലി ചെയ്യണം. അപ്പം യഅമലൂന എന്ന കൊടുക്കുക, ജം ആയിട്ട് കൊടുക്കണം. യഅമലൂന എന്ന കൊടുക്കുക. അമില എന്ന് പറഞ്ഞാൽ അവർ 2 പേര് ജോലി ചെയ്തു എന്നാണ്. ഇവിടെ 2 പേരല്ലല്ലോ, യഅമലൂന അവരെല്ലാവരും ആണ്. ഇനി അടുത്തത് ഹാമിദുൻ ഡാഷ് അദ്ദർസ. ഇത് സിമ്പിളാണ്, കാരണം ഇതിൽ ഒരാളാണ് ഉള്ളത്, ഹാമിദ് അല്ലേ. അപ്പം അതിന് യോജിച്ച ഒറ്റ ഫീലായിരിക്കും, മുഫറദായ ഫീലായിരിക്കും. നോക്കി നോക്കുക. കത്തബ എന്നുണ്ട്, കത്തബു എന്നുണ്ട്. ഇതിൽ കത്തബു എന്നത് ജംഇനാണ് ഉപയോഗിക്കുക, ജം മുദക്കറിന്. കത്തബ എന്നതോ മുഫറദ് മുദക്കറാണ്, അതായത് ഒരു പുരുഷനാണ് പറയാം. അവിടെ കത്തബ എന്നതാണ് ഉപയോഗിക്കുക. ഹാമിദുൻ കത്തബ ദർസ, ഹാമിദ് പാഠം എഴുതി. അഞ്ചാമത്തത് അത്വാലിബാനി ഡാഷ് ബിദ്ദുവാമത്തി. അത്വാലിബാനി 2 വിദ്യാർത്ഥികൾ ഡാഷ് ബിദ്ദുവാമത്തി പമ്പരം കൊണ്ട് എന്ത് ചെയ്യുന്നു. ബ്രാക്കറ്റിൽ കാണാം ലഇബ എന്നുണ്ട്, ലഇബ എന്നുണ്ട്. ഇതിൽ ഇവിടെ കൊടുക്കേണ്ടത് ലഇബ എന്നല്ല, ലഇബ എന്നതാണ്. മുസന്നയാണ് കൊടുക്കേണ്ടത്, കാരണം അത്വാലിബാനി എന്നാണ്, 2 വിദ്യാർത്ഥികളാണ്. അപ്പം അതിന് യോജിച്ച മുസന്നയായ ഫീലിനെ വേണം. മുസന്നയിൽ അലിഫ് ഉണ്ടാവണ്ടോ, ലഇബ. അപ്പം അതെന്ത് ചെയ്യണം, എടുത്തെഴുതണം. 2 വിദ്യാർത്ഥികൾ പമ്പരം കൊണ്ട് കളിച്ചു. ഇനി അവസാനത്തത് അൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ. കുറേ ആളുകളുണ്ട്. ഡാഷ് ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് എന്ത് ചെയ്യുന്നു, എന്താ ചെയ്യുക. ഇതാ ബ്രാക്കറ്റിൽ കാണാം യദ്ഹബാനി യദ്ഹബൂന. ഇതിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാം, യദ്ഹബൂന എന്നാണ്. കാരണം ജം ആണ് വേണ്ടത്, മുസ്ലിമൂന. അപ്പം എന്ത് ചെയ്യണം, യദ്ഹബൂന. ആ ബൂന മൂന എന്നുണ്ടാവുക, ആ വാവും നൂനും അതാണ് ജംഇൻ്റെ അടയാളം. അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അൽ മുസ്ലിമൂന ഡാഷ് ഇലൽ മസ്ജിദി യദ്ഹബൂന ഇലൽ മസ്ജിദി, മുസ്ലിമീങ്ങൾ പള്ളിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് പരീക്ഷയിലൊക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പിളായി മനസ്സിലാക്കി എഴുതാം. ഇനി അടുത്ത പ്രവർത്തനം നൂസിലു ബിൽ മുനാസിബ്, യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. ഇതും നമ്മൾ ട്യൂഷനിൽ കൊടുത്ത ഭാഗമാണ്, കഴിഞ്ഞതും ട്യൂഷനിൽ കൊടുത്ത ഭാഗമാണ്. ഇത് രണ്ടും
ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനുകളാണ്. അത് പാദവാർഷികമാണെങ്കിലും മർദ്ദാണെങ്കിലും കൊല്ലാണെങ്കിലും എല്ലാത്തിലും പൊതുപരീക്ഷയാണെങ്കിലും അതൊക്കെ വരും. അപ്പോൾ ഇതിൽ ഫിഅലുകൾ കൊടുത്തിട്ടുണ്ട്. ഖറജു ജം ആണ് അല്ലേ, ഖറജ ഖറജ ഖറജു. അതുപോലെ കാനു കാന കാന കാനു. സഅലു സഅല സഅല സഅലു. ഇനി കുല്ലുഹ അഫ്ആലുൻ, ഇവ മുഴുവനും ഫിഅലുകളാണ്. ഇവിടെ നമുക്ക് ഈ ഫിഅൽ കണ്ടാൽ തന്നെ മനസ്സിലാകും ജം ആണെന്ന്. ഇനി ഏത് ഫിഅലിലെ ജം ആണ്, മാളിയാണോ മുലാരിയാണോ എന്നെങ്ങനെ മനസ്സിലാവും? തുടക്കത്തിൽ യാ ഇല്ല. അപ്പോൾ തുടക്കത്തിൽ യാ ഉണ്ടെങ്കിൽ മനസ്സിലാകും മുലാരിയാണ്. ഇവിടെ യാ ഇല്ല, അപ്പോൾ മനസ്സിലാക്കാം മാളിയാണെന്ന്. ഇനി സിമ്പിളായിട്ട് മുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം മനസ്സിലായി, ഇത് ജം ആണെന്ന് മനസ്സിലായി, മാളിയാണെന്ന് മനസ്സിലായി. ഇനി അത് മുദക്കറാണോ മുഅന്നസ്? നമ്മൾ കാന കാന കാനു എന്ന് വരുമ്പോൾ ആദ്യത്തെ 3 വരിയും മുദക്കറിനുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഇതിലെവിടെയാണ് യോജിച്ചത്? മുകളിൽ തന്നെ ഉണ്ട്. മാളിയത്തുൻ ലിൽ ജംഇൽ മുദക്കിരി, ജംഉ മുദക്കറിനുള്ള മാളിയാണ്. ഇനി രണ്ടാമത്തത് യുഖല്ലിലാനി യർഫഅനി യദ്ഉവാനി കുല്ലുഹാ അഫ്ആലുൻ ഡാഷ്. ഇവിടെ മുലാരിയാണെന്ന് മനസ്സിലായി, തുടക്കത്തിൽ യാ ഉണ്ട്. അതുപോലെ അതിൻ്റെയൊക്കെ അവസാനം അലിഫുൻ നൂനുണ്ട്. അപ്പം അതുകൊണ്ട് മനസ്സിലായി മുസന്നയായ ഫിഅലുകളാണ്. ഇനി അതിന് യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാം. ഏതായിരിക്കും? മാളിയല്ല, അല്ലല്ലോ, കാരണം മുലാരിയാണ്. അപ്പോൾ അതിന് യോജിച്ചത് മുലാരിഅത്തുൻ ലിൽ മുസന്ന. കണ്ടോ, മുലാരിഅത്തുൻ ലിൽ മുസന്ന, ബ്രാക്കറ്റിൽ അവസാനം കാണാം, മുസന്നയായ മുലാരിയാണ്. ഇനി മൂന്നാമത്തത് ഖറജ, അവർ 2 പേര് പുറപ്പെട്ടു. വസല, അവർ 2 പേര് കഴുകി. മസഹ, അവർ 2 പേര് തടവി. കുല്ലുഹ അഫ്ആലുൻ, ഇവ മുഴുവനും ഫിഅലുകളാണ്. എങ്ങനത്തെ ഫിഅലാണ്? മാളിയായ ഫിഅലാണ്. കാരണം തുടക്കത്തിൽ യാ ഇല്ല, ഒന്നിൻ്റെയും യാ ഇല്ല. അതുപോലെ അവസാനം അലിഫ് കൊണ്ടാണ് നീട്ടിയിട്ടുള്ളത്. ഖറജ വസല മസഹ, അപ്പോൾ മുസന്നയാണെന്നും മനസ്സിലായി. ഇനി സിമ്പിളായി മുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. മാളിയത്തുൻ ലിൽ മുസന്ന, മാളിയായ ഫിഅലാണ്. ലിൽ മുസന്ന, മുസന്നക്കുള്ള, അതായത് 2 പേര് പ്രവർത്തിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള. ഇനി അവസാനത്തത് നാലാമത്തത് യഅമലൂന യസ്ഖൂന യസ്തരിഹൂന കുൽഹാ അഫ്ആലുൻ. യഅമലൂന, അവരെല്ലാവരും ജോലി ചെയ്യുന്നു. യസ്ഖൂന, അവരെല്ലാവരും നനക്കുന്നു. യസ്തരിഹൂന, അവരെല്ലാവരും വിശ്രമിക്കുന്നു. കുല്ലുഹ അഫ്ആലുൻ, ഇവ മുഴുവനും ഫീലുകളാണ്. ഈ മുലാരിയായ ഫീലാണെന്ന് മനസ്സിലായി, അതുപോലെ ജം ആണെന്ന് മനസ്സിലായി. ഇങ്ങനെ ജം ആണെന്ന് മനസ്സിലാവുക അവസാനങ്ങളിലെ വാവും നൂനും. അപ്പോൾ ഇതിലേതായിരിക്കും? മുലാരിഅത്തുൻ ലിൽ ജംഇൽ മുദക്കരി, ജംഉ മുദക്കറിനുള്ള മുലാരിയായ ഫീലാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് പരീക്ഷയിൽ വന്നാൽ ചെയ്യാം. അടുത്ത പ്രവർത്തനം നുഅരിബ്, അറബിയാക്കാനാണ് കേട്ടോ. ജുനൈദ് അവൻ്റെ ചെറിയ സഹോദരൻ നബീലിനെ ഉണർത്തി. അതിൻ്റെത് അയഖല ജുനൈദുൻ അഖാഹു സഗീറ നബീലൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് വരഞ്ഞു വെക്കുക, അർത്ഥം പഠിക്കുക. ഇനി അടുത്ത പ്രവർത്തനം നുസരിഫു, സറഫാക്കാനാണ്. ഇതിൽ മാളി ഉണ്ട്, മുലാരി ഉണ്ട്. അതിൽ മാളിയിൽ തന്നെ മുഫ്രദ്, മുസന്ന, ജംഅ് ഇതൊക്കെ സറഫാക്കാനുണ്ട്. മുലാരിയിലും ഇതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി സറഫാക്കുക. സല്ലമ സല്ലമ സല്ലമു. 2 ഖറജ ഖറജ ഖറജു. 3 ഖാല ഖാല ഖാലു. ഇനി മുലാരിക്ക് വരുമ്പോൾ യുസല്ലിമു യുസല്ലിമാനി യുസല്ലിമൂന. യഖ്റുജു യഖ്റുജാനി യഖ്റുജൂന. യഖൂലു യഖൂലാനി യഖൂലൂന. ഇതുപോലെ നമുക്ക് എഴുതാം. ഇതൊക്കെ പാഠഭാഗത്ത് തദ്രീബാത്തിൻ്റെ ഭാഗത്തൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്, അത് കാണാതെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ലിസാനിലെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.